സാറ് കൈനിക്കര കുടുംബത്തിന്റെ ഇപ്പോഴത്തെ ഒരു പ്രതിനിധിയാണ്. അതെന്ത് ഇങ്ങനെ വയസ്സാവുമ്പോൾ ഞാനാണ് മൂത്തതെന്ന് പറയാം. വലിയ കഴിവൊന്നുമല്ലല്ലോ, ദൈവം തന്നുകൊണ്ട് ഈ വയസ്സ് വരെ. നമ്മുടെ മലയാള ഭാഷയ്ക്ക് ഒട്ടേറെ സംഭാവനകൾ നൽകിയിട്ടുള്ള പൂർവികർ ഉള്ള ഒരു കുടുംബമാണ്. പക്ഷെ സാറിനും അതുപോലെ തന്നെ വലിയ ഭാഷാ സ്നേഹവും ഭാഷാ സ്വാധീനവും രചനാ വൈഭവവും എല്ലാം സാറിനും സ്വന്തമായിട്ടുണ്ട്. സാർ ഒരുപക്ഷെ ഒരു ഡോക്ടർ അല്ലാതായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു? ഞാൻ ജേർണലിസത്തിന്റെ വലിയ, നിങ്ങളെയൊക്കെ പരിചയപ്പെടുന്ന തന്നെ ജേർണലിസ്റ്റ് കൂടെ അല്ലേ. എനിക്ക് ജേർണലിസം വലിയ ഇഷ്ടമായിരുന്നു. സാർ ഒരുപക്ഷെ ഒരു വലിയ, സാറിന്റെ പൂർവികരെ പോലെ തന്നെ ഒരു വലിയ ഒന്നുമില്ല. അവരൊക്കെ ഒരുപാട് കഴിവുകളുണ്ടായിരുന്നു. അവരുടെ ചുറ്റുപാടുകൾ പറയായിരുന്നു. ജന്മനാ തന്നെ അവർക്ക് നല്ല ശക്തിയുണ്ട്. അച്ഛനെയും വലിയച്ഛന്മാരെയൊക്കെ സാർ എങ്ങനെ വിലയിരുത്തുന്നു? തീർച്ചയായിട്ടും എനിക്ക് അക്കാര്യത്തിൽ വളരെ അഭിമാനമുണ്ട്. ഞങ്ങളെ ഒന്നും ആരും അങ്ങനെ പിടിച്ചിരുത്തി മൂല്യവ്യവസ്ഥകളൊന്നും പഠിപ്പിക്കേണ്ടി വന്നില്ല. അവരെ ഫോളോ ചെയ്തേ ഉള്ളൂ. ഒരിക്കലും ഏറ്റവും അധികം സത്യസന്ധരായിരിക്കണം, മതനിരപേക്ഷത, ഇതൊക്കെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പഠിച്ചതാണ്. ഞങ്ങളുടെ വീട്ടിലൊന്നും ഇപ്പം ഞാൻ തമാശ പറയാണ്ട്, ഈ ദിഗംബര ജൈൻ ഒഴിച്ച് ബാക്കി എല്ലാവരും ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കല്യാണം കഴിച്ചിട്ടുണ്ട്. ബാക്കി എല്ലാ ഭാഗം അതൊക്കെ. അതേസമയം ഞങ്ങളെല്ലാം അടിയുറച്ച ഹിന്ദുമത വിശ്വാസികളുമാണ്. അത് പറയും, ഹിന്ദുമത വിശ്വാസി എന്ന് പറഞ്ഞാൽ വിഗ്രഹാരാധനയല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾ പറയാറില്ലേ, ഐൻസ്റ്റൈനും മഹാത്മാഗാന്ധിയൊക്കെ പറഞ്ഞ ഒരു പരാശക്തി ഉണ്ടെന്നും ആ പരമാത്മാവിന്റെ ഒരംശമാണ് നമ്മൾ ഇരിക്കുന്നതെന്ന്. അതാണ് ഏറ്റവും മനോഹരമായത്. ഈ തത്വം നമ്മുടെ കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ ഏറ്റവും വലിയ ഭംഗി അവിടെ അല്ലേ. ഞാൻ എപ്പോഴും പറയും, ഞാൻ എല്ലാ ക്ഷേത്രങ്ങളിൽ പോകുന്നത് ദീപാരാധന കഴിഞ്ഞതിന് ശേഷം ഒരു അരമണിക്കൂർ കഴിഞ്ഞ് ഈ നടയ്ക്ക് ശ്രീകോവിലിന് പോയിരിക്കണം. ഏത് നിരീശ്വരവാദിയും അറിയാതെ കൈകൂപ്പി പോകും. ഇപ്പം എനിക്ക് പറഞ്ഞു തന്ന രണ്ട് പ്രശസ്ത വ്യക്തികളാണ്. തുടക്കത്തിൽ നിരീശ്വരവാദികളായി പിന്നെ വലിയ മാറിയ രണ്ടുപേര്. ഒന്ന് മുൻ മുഖ്യമന്ത്രി ശ്രീ കരുണാകരൻ സാർ, പിന്നെ പ്രശസ്ത സാഹിത്യകാരനായിരുന്നു മലയാറ്റൂർ രാമകൃഷ്ണൻ. ഇത് രണ്ടും ഞാൻ ലേഖനത്തിനുള്ള വിഷയമാണ്. ഞാൻ സംക്ഷിപ്തമായിട്ട് പറയാം. രണ്ടുപേരും നിരീശ്വരവാദികളായിരുന്നു. അപ്പം കല്യാണിക്കുട്ടി അമ്മ അകത്ത് തൊഴാൻ പോകുമ്പോൾ പുള്ളി ഗുരുവായൂർ അമ്പലത്തിന് പുറത്ത് നിന്നിങ്ങനെ കൂട്ടുകാരുമായിട്ടൊക്കെ അവൾ പോയി തൊഴിട്ട് വരട്ടെ, ഭയങ്കര ദൈവമല്ലേ ഇവിടെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന ആളെ കുറേ കഴിഞ്ഞ് ഭയങ്കര ഭക്തനായിട്ട് മാറി. ഇതേപോലെയാണ് മലയാറ്റൂർ കമ്മ്യൂണിസ്റ്റ് ചിന്താഗതി നിരീശ്വരവാദിക്കാരനൊക്കെ ആയിരുന്നു. അപ്പോൾ മലയാറ്റൂർ എനിക്ക് വളരെ അടുത്ത ഒരു സുഹൃത്തും പിന്നെ എൻ്റെ പേഷ്യൻറ്റും കൂടെ ആയിരുന്നു കുറച്ച് കാലം. ഞാൻ ക്യാൻസറൊന്നുമല്ല, അല്ലാതെ ഞാൻ മെഡിക്കൽ രംഗത്തിലെത്തും. അപ്പോൾ ഒരിക്കൽ എന്നോട്, ഞാൻ അദ്ദേഹത്തിൻ്റെ കാർട്ടൂണിന് വലിയ ഇഷ്ടമാണ്. കഥകളെക്കാളും എനിക്ക് കാർട്ടൂണാണ്. അപ്പോൾ എന്നോട് വളരെ അടുത്ത് പറഞ്ഞു, ഞാൻ ഈശ്വരവിശ്വാസികളായിരുന്നില്ല ഡോക്ടറെ. ഗുരുവായൂർ അമ്പലത്തിന് തീ പിടിച്ചപ്പം എന്നെയാണ് അന്വേഷണ കമ്മീഷണർ ഇട്ട് വെച്ചത്. ഞാനവിടെ ഹോട്ടലിൽ താമസിച്ചിട്ട് നോക്കിയപ്പോൾ രാവിലെ 3 മണിക്ക് ആൾക്കാർ ക്ഷേത്രത്തിലേക്ക് പോകും. എന്തിനാണ് ഇത്ര? അത് നിർമ്മാല്യം തൊഴാം. എന്താ നിർമ്മാല്യം? അത് വിഗ്രഹത്തിലുള്ള എല്ലാ ആടയാഭരണങ്ങളും മാറ്റി വിഗ്രഹത്തിന് അഭിഷേകം കഴിഞ്ഞിട്ട് നോക്ക് പോയി കാണാം പറയണം പറഞ്ഞു. പോയി അദ്ദേഹം പറഞ്ഞു. അവിടെ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിങ്ങനെയുള്ള ഒരു ക്യൂരിയോസിറ്റി ആയിട്ട് നിൽക്കുകയാണ്. നട തുറന്ന ഉടനെ എല്ലാവരും കൂടെ ഗുരുവായൂരപ്പോ വിളിച്ച് തൊഴാൻ തുടങ്ങി. അപ്പോൾ പുള്ളി പറയാണ്, എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു ഫ്ലാഷസ് ഓഫ് സ്വെറ്റിങ്, ദേഹം മുഴുവൻ അങ്ങ് വേർക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു, അതിൽ കൂടെ ആൽക്കഹോൾ കഴിക്കുന്നവർക്ക് ഞാൻ കഴിച്ചില്ലെങ്കിൽ വേർക്കാറുണ്ട്. അപ്പോൾ പുള്ളി ഡോക്ടർ തമാശ അവിടെ കഴിഞ്ഞു. അതിനുശേഷം എനിക്ക് വലിയ വിശ്വാസമാണ്. അതിന് ഗുരുവായൂരപ്പൻ്റെ ഭക്തനായിരുന്നത്. അല്ല, ഇതൊക്കെ വിശ്വാസമാണ്. ഞങ്ങളെ ഈ സയൻസും ഫെയ്ത്തും തമ്മിൽ എപ്പോഴും താരതമ്യം ചെയ്യുന്ന ഒരു പരമാർത്ഥമാണ്. സയൻസിൽ നമുക്ക് എവിഡൻസ് കിട്ടിയെങ്കിലേ വിശ്വസിക്കാൻ പറ്റുള്ളൂ. ഫെയ്ത്ത് നേരെ തിരിച്ചാണ്. വിശ്വാസം ഉണ്ടെങ്കിലേ എവിഡൻസ് കാണാൻ പറ്റും.